പറ്റില്ല. നമ്മൾ മാധ്യമങ്ങൾക്ക് പോലും പറ്റില്ലല്ലോ. എന്ത് പറയാൻ പറ്റും? അപ്പോൾ അത് ഒരു ഒരു കറ തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന്മേലും പതിച്ചിട്ടുള്ള മായ്ക്കാനാവാത്ത ഒരു കറ തന്നെയാണ്. അദ്ദേഹം നേരത്തെ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സ്ഥാനം കിട്ടുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഉതകുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കണമായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എവിടെയോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ചോദ്യം ഉദിക്കുന്നു, ആരാണ് ചോദിക്കുന്നത് എന്ന ചോദ്യം വരുന്നില്ല. ആരാണ് ഈ സംസാരിക്കുന്നത് എന്ന കാര്യം പുറത്തറിയില്ല. ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ മഞ്ജുഷ നേരെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓഫീസിൽ എന്തെങ്കിലും സഹായത്തിന് ചെന്നതാണോ, അതോ ഒരു ട്രാപ്പ് വെച്ചതാണോ? ഒരു പക്ഷേ അങ്ങനെയാകാമല്ലോ. നമുക്ക് പറയാം, പലതും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ആ സ്ത്രീ മനഃപൂർവ്വം മന്ത്രിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ, അതോ വേറെ ഏതെങ്കിലും ശക്തികൾ ഇടപെട്ടിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് മന്ത്രിയെ താഴെ ഇറക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ടേപ്പ് കൊണ്ടുവന്ന് മംഗളം ചാനലിൽ കൊടുത്തതാണോ? മംഗളം ചാനൽ നോക്കിയപ്പോഴത്തേക്ക് തുടങ്ങാം. ഇത് ഏതായാലും ഇന്നത്തെ ദിവസം മംഗളത്തിൻ്റെ ദിവസമാണ്, യാതൊരു സംശയമില്ല, അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ അതിൻ്റെ നീതികേടും അതിൻ്റെ അന്യായവും അതൊക്കെ വേറെ വിഷയം, സെക്കൻഡറി വിഷയം. പക്ഷേ ഇന്നത്തെ ചോദ്യം ഈ ശശീന്ദ്രൻ രാജിവെച്ചതിൻ്റെ വലിപ്പം. എനിക്ക് തോന്നുന്നു ശശീന്ദ്രൻ രാജിവെച്ചത് ശശീന്ദ്രന് നന്നായി, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നന്നായി, ഇടതുമുന്നണിക്ക് നന്നായി. സോ ഫാർ സോ ഗുഡ് എന്ന് പറയാം. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ AK ശശീന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ രാജിയെക്കുറിച്ച് പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ചർച്ചകൾ വരികയാണ്. ഈ വാർത്ത പുറത്തു വന്ന സമയത്ത്, അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയെന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തെ കുടുക്കി, അത് ശരിയായില്ല എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട ധാർമ്മികത അദ്ദേഹം പുലർത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയില്ലായിരുന്നുവല്ലോ. തൻ്റെ ചുറ്റുമുള്ള കണ്ണുകൾ അദ്ദേഹം കാണാതെ പോയോ? ആ ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയല്ലേ ഉണ്ടായത്? തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന നിലക്ക് മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലക്കും രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലക്കും അദ്ദേഹം വൻതോതിൽ പരാജയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു അധ്യാപകനാണ്. ഒരധ്യാപകൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു അധ്യാപകനായിട്ട് ജീവിക്കാൻ പറ്റുക. ഒരു മന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവും എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രവർത്തിക്കേണ്ടത്, ആ രീതിയിലേ അദ്ദേഹം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പുറത്തുള്ളത് ആരാണ്, എന്താണ്, കുടുക്കിയതാണ്, ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വാചകങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് സംഭവിച്ചിരിക്കുന്ന വൻ ജീർണതയാണ് പ്രഖ്യാപിക്കുന്നത്. അത് നമ്മളുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പഠിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഈ സമൂഹത്തിൽ പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടതും. കാരണം നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മാതൃകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ കക്ഷികളായിട്ട് നിന്ന് ഓരോരോ ഭാഗത്ത് നിന്ന് ഓരോരുത്തരെ ന്യായീകരിക്കുന്നത് അല്ല ശരി. ഓരോ വ്യക്തികളും ഓരോ രാഷ്ട്രീയ നേതാവും തെറ്റ് കാണിക്കുന്ന സമയത്ത് അത് തെറ്റാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ വലിയ അപമാനമാണ്. അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലോകം ഇപ്പോൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പല വീഴ്ചകളും പറ്റിയെന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് പക്ഷേ ഈ രാജിയിലൂടെ ഒരു നേട്ടം കൂടി ഉണ്ടാവുകയില്ലേ? ഈ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മന്ത്രി രാജിവെക്കുകയാണ്. അപ്പം എന്താണ് ഈ സർക്കാരിൻ്റെ നയം എന്ന കാര്യം? ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ മന്ത്രി പദവിയിൽ ഇരുത്തുകയില്ല എന്ന മുന്നറിയിപ്പ് അദ്ദേഹം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നൽകി. അപ്പോൾ ഒരു നേട്ടം കൂടിയാവുകയല്ലേ പിണറായി വിജയന്? ആ രീതിയിൽ നമ്മളത് വ്യാഖ്യാനിച്ചാൽ നേട്ടം തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് ഏറ്റവും മികച്ച നേട്ടമുണ്ടാകുന്നത്? യാതൊരു വിധമായിട്ടുള്ള കുഴപ്പവുമില്ലാതെ ഒരു ഭരണത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള സർക്കാർ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്ന സമയത്താണ്. അത്തരം പ്രവർത്തനങ്ങൾ വരാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷകൾ മങ്ങലേൽക്കുകയും അവർ സർക്കാരിനെതിരായി തീരുകയും ചെയ്യും.
അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് കേരളത്തിൽ നമ്മളിപ്പോൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ലാത്തത് കാര്യമാണ്. ഈ വിഷയത്തിൽ ശരിയാണ്, അങ്ങനെ പരാമർശം നടത്തിയ ഒരു മന്ത്രി മണിക്കൂറുകൾക്കകം രാജിവെച്ചു എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ പരിശോധിക്കേണ്ടത് അത് സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യമാണ്. കാരണം മന്ത്രിമാർ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടത്താൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നടത്തി കഴിയുമ്പോൾ പിന്നീട് ചെയ്യാവുന്നൊരു മാർഗം രാജിയാണ്. അത് നിർവഹിക്കപ്പെട്ടു. അത് നേട്ടമായിട്ട് പറയേണ്ടതല്ല, അതൊരു മര്യാദയായിട്ട് മാത്രം പരിഗണിക്കേണ്ടതാണ്. ശ്രീ ഉഴവൂർ വിജയൻ, ഗൂഢാലോചന സംശയിക്കുന്നുണ്ടല്ലോ പാർട്ടി. അങ്ങനെയാണല്ലോ പാർട്ടി ഈ മന്ത്രിക്ക് പിന്തുണ നൽകുന്നത്. അങ്ങനെ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് പാർട്ടി പറയാതിരിക്കുന്നത്? പാർട്ടിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഒരു മന്ത്രിയെ ഗൂഢാലോചനയിൽ കുടുക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യവും പാർട്ടിക്ക് ബോധ്യമുള്ളതായിരിക്കുമല്ലോ. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറയുവാൻ പാർട്ടി തയ്യാറാകുന്നില്ല? അങ്ങനെ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ആകാമല്ലോ. ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്നയാളാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഇതിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയാൻ തയ്യാറാകുന്നത്. പിന്നെ നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരായിട്ടുള്ളവരും പത്രപ്രവർത്തകരായിരുന്നാലും ആരായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അവരുടേതായ വാദഗതി അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി സംസാരിക്കും. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ടായി. ആ വിഷയത്തിൽ മന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റേണ്ട ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തത് മന്ത്രി എന്നുള്ള നിലയിൽ എന്നും വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് ന്യായമാണ് എന്ന് പറയാൻ ചിലപ്പോൾ ആളുകളെ കിട്ടിയെന്നിരിക്കും. ഏതായിരുന്നാലും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ നിജസ്ഥിതി പുറത്തു വന്നില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇനി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അദ്ദേഹത്തെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്? അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലേ? പിന്നെ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അത് വലിയൊരു മഹാസംഭവമായി നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും, ഞാനിപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ കാര്യം മാത്രമല്ല, എല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ഞങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ടോ, പഠിക്കുന്ന കാലത്ത് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ തമാശയായിട്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, പറഞ്ഞില്ല എന്നിരിക്കും ചിലർ. ഏതായാലും ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒത്തിരി കേട്ടിട്ടുള്ള ആളാണ്. ഈ ശബ്ദം എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് എൻ്റെ ആളായതുകൊണ്ട് ഈ അശ്ലീല ചുവയുള്ള സംഭാഷണം എന്ന രീതിയിൽ പരക്കുന്നത് AK ശശീന്ദ്രൻ നടത്തിയ സംഭാഷണം അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അല്ല അവിടെ ഉള്ളത് എന്നാണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നുവല്ലോ അത്. പക്ഷേ അദ്ദേഹം ഒരു ഘട്ടത്തിലും തൻ്റെ അല്ല ഈ സംഭാഷണം എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറയാൻ ഇപ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വരില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ശബ്ദം കേട്ടിട്ട് ഇനി എൻ്റെ കേൾവിക്കുറവ് കൊണ്ടാണോ എന്താണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കതിനൊരു വ്യക്തത മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തൊക്കെ ഒരു ദുരൂഹത ഉണ്ട് എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്നത് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തെറ്റ് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതായ കാര്യമില്ല. അതുപോലെ അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന കാര്യം കൂടി താങ്കൾ ഓർക്കേണ്ടതല്ലേ? ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന കാര്യം അദ്ദേഹം ഭയക്കുകയാണ്. അതിൽ നിന്ന് കൂടി എടുത്ത ഒരു ആശങ്ക കൊണ്ടായിരിക്കില്ലേ അദ്ദേഹത്തിന്റെ രാജി എന്നാണ് ഇവിടെ സംശയിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ശ്രീ VV രാജേഷും ഇക്കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അല്ല, രാജേഷ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ്, രാജേഷ് പറഞ്ഞത് ശരിയാണ്. എന്നു വെച്ചാൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുവന്നെത്തിക്കണ്ട. ആർക്കെങ്കിലും ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ആ തരത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കണ്ട. അതുകൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു വിഷയം വന്നു കഴിയുമ്പോൾ ഞാനങ്ങ് മാറി നിന്നേക്കാമെങ്കിൽ ഏതായാലും ആ വിവാദത്തിൽ നിന്ന് ഇപ്പം തന്നെ അല്ലെങ്കിൽ വണ്ടി തടയുക, ക്രമസമാധാനം തകർക്കുക, അങ്ങനെയുള്ള പല പല സംഭവ വികാസങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം മാറി നിന്നു എന്ന് പറയുന്നത്
അതിനെ നേരെ തിരിച്ചു വ്യാഖ്യാനിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തെ കാര്യം പക്ഷേ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എൻ സി പിക്ക് ഇക്കാര്യത്തിൽ പ്രതിരോധിക്കുവാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഗൂഢാലോചന സിദ്ധാന്തം. ഒരു ഗൂഢാലോചന മന്ത്രിക്കെതിരെ ഉണ്ടായി, അത് മാത്രമാണ് പാർട്ടിക്ക് ആരോപിക്കാനുള്ളത്. പക്ഷേ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ ഒരു സൂചന നൽകുവാൻ പോലും പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല. വെറുതെ ഇരുന്ന് ഗൂഢാലോചന വാദം ഉയർത്തരുത്. അല്ലല്ല, അതിപ്പം ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ കൃത്യം പ്രതിയെ പിടിച്ച്, ഇപ്പോൾ ഒരു കൊലപാതകം ഉണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഉടനെ അന്നേരം പോലീസിന് പോയി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതേക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ സാഹചര്യം, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണേലും ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിന് കുറേ സമയം എടുക്കുമല്ലോ. അങ്ങനെ സമയമെടുത്താണല്ലോ പല കാര്യങ്ങളും വെളിച്ചത്ത് വരികയും ചിലതൊക്കെ ശരിയാവുകയും ചിലതൊക്കെ അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ പാർട്ടിക്കും എ കെ ശശീന്ദ്രനും ഇക്കാര്യത്തിൽ പരാതി നൽകാവുന്നതാണല്ലോ. അങ്ങനെ ഒരു നീക്കം പാർട്ടിയുടെയും രാജിവെച്ച മന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഉണ്ടാകും. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചാണല്ലോ അത് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് എല്ലാത്തിനും തീരുമാനം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കും, ഉന്നതതല നേതൃത്വത്തിൽ ഉള്ളവരെ വിളിച്ചു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കും, കേന്ദ്ര നേതൃത്വവുമായിട്ട് ആലോചിച്ചതിന് വേണ്ടതായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ലാതെ ഏതെങ്കിലും ഒരു വാചകം അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തെറ്റ് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ട് എന്ന NCPയുടെ വാദം ഇതെങ്ങനെ കാണുന്നു ശ്രീ പന്തളം സുധാകരൻ? ഇവിടെ ശ്രീ ഉഴവൂർ പറഞ്ഞത് കുറേ ലൈറ്റാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ആ ബുദ്ധിമുട്ട് നമുക്ക് മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷേ നമ്മൾ അങ്ങനെ ലൈറ്റായിട്ട് കാണരുത്. ഇവിടെ ശ്രീ NM പിയേഴ്സൺ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ്